പട്ടാപ്പകൽ മതപരിവർത്തനവും മുംബൈ അന്ധേരി റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. ഒരു മധ്യവയസ്കൻ, ഒരു പ്രായമുള്ളയാൾ, ഒരു ആംഗിളിൽ നിന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹം ഒരു പെൺകുട്ടിയെ വർത്തമാനം പറഞ്ഞിട്ട് മതപരിവർത്തനം ചെയ്യാൻ നോക്കി എന്നാണ് പറയപ്പെടുന്നത്. ഇത് കണ്ട ഒരു യാത്രക്കാരൻ, റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ ഷൂട്ട് ചെയ്യുകയും ഇത് ട്വിറ്ററിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയുമാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പ്രാർത്ഥന ചൊല്ലുക മാത്രമാണ് ചെയ്യുകയെന്നത് ആണ്. ഏതായാലും നമുക്ക് നോക്കാം എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നറിയാനായിട്ട്. പ്ലാറ്റ്ഫോമിൽ കൈകൂപ്പിയിരിക്കുന്ന പെൺകുട്ടി, അതായത് കൗമാരക്കാരിയെ നമുക്ക് കാണാം. മുമ്പിൽ നിന്ന് അയാൾ വർത്തമാനം പറഞ്ഞ പോലെ തോന്നുന്നു. സംശയം തോന്നിയ ഒരു യാത്രക്കാരൻ ചെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥന ചൊല്ലുകയാണ് ഉണ്ടാകുന്നത് എന്നാണ് ആ മധ്യവയസ്കൻ പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ പ്രാർത്ഥന എന്ന് പറയുകയും അനുഗ്രഹിക്കാൻ എന്നതുപോലെ കൈ ഇങ്ങനെ ആക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയാവട്ടെ കൈകൾ തൊഴുത് ഇരിക്കുകയായിരുന്നു, ദൈവത്തിന് കുമ്പിടുന്നത് പോലെ. അപ്പോൾ ഇത് സംശയം തോന്നിയ യാത്രക്കാരന് ഷൂട്ട് ചെയ്യുകയായിരുന്നു ആ വീഡിയോ, ആ സംഭവം. അങ്ങനെയാണിത് സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ട്വിറ്ററിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യാത്രക്കാരൻ ചോദിച്ചു, എന്താണ് താങ്കൾ ചെയ്യുന്നത്? ആ മധ്യവയസ്കൻ പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥനകൾ ചൊല്ലുകയാണ്. പക്ഷേ പെട്ടെന്നുണ്ടായ ഇടപെടലിൽ ആ പെൺകുട്ടി ഞെട്ടിത്തെറിച്ച് നോക്കുകയും ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ പ്രാർത്ഥനകൾ എന്ന് അദ്ദേഹം പറയുന്നത് ഈ യാത്രക്കാരൻ കേട്ടു. കൂട്ടത്തിൽ ഈ യാത്രക്കാരൻ ഒരു ഉപദേശം നൽകുകയും ചെയ്തു. ഇത്തരത്തിൽ മതപരിവർത്തനം നടത്തപ്പെടുന്നത്, അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നത് കുറ്റമാണെന്നും ഇങ്ങനെ സംസാരിക്കുന്നത്, പ്രത്യേകിച്ചും ആ റെയിൽവേ സ്റ്റേഷനിലായതുകൊണ്ട് അത് നല്ലതായ പ്രവണതയല്ലതെന്നും ആ മധ്യവയസ്കനെ ഈ യാത്രക്കാരൻ ഓർമ്മപ്പെടുത്തുന്നു. തുടർന്നാണ് ഈ വീഡിയോ വൈറലായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. प्रचंड बोल मस्तकों के झुंड आज चंद्र की घड़ी की तुम बताओ ना क्या करो स्टेशन पे, ये क्या हो क्या रहा है स्टेशन पे, वो तो बताओ। ये प्रेयर हो रहा है वो ठीक है, लेकिन ये इधर ऐसा आप स्टेशन पे ये प्रेयर कर रहे हो, ये हिंदू लड़की है और आप इसके ऊपर प्रेयर कर रहे हो, क्यों? मतलब ये स्टेशन पे क्यों कर रहे हो आप? क्यों बताओ, आप कौन हो? कौन आप क्या कर रहे हो ये? हाँ, लेकिन ये स्टेशन पे क्या उचित है? क्या ये स्टेशन पे उचित है? क्या एनीवेयर नहीं होता है? एक्चुअली आप क्या कर रहे हो मैम? ये प्रेयर स्टेशन पे नहीं करा सकते, ये कोई भी रूल नहीं है, आप क्यों करा रहे हो? हाँ ठीक है, आप पार्ट हो ठीक है, लेकिन स्टेशन पे क्यों कर रहे हो? जल्दी जाना हो ठीक है, हार जा रहा हूँ, लेकिन स्टेशन पे ये क्यों कर रहे हो? नहीं, अरे लेकिन कुछ नहीं, अरे आप मेंबर हो चाहे कुछ भी हो, आप स्टेशन पे ये कर सकते हो क्या? ये धार्मिक चीज नहीं कर सकते आप स्टेशन पे। अभी नहीं करेंगे, चलो नहीं, आप हो कौन? आप वो बताओ। अरे हिंदू हो ठीक है, हिंदू हो तो अपने भगवान को छोड़ के तुम ये क्रिश्चियन वगैरह में जा रहे हो, आप जाओ, कोई प्रॉब्लम नहीं है, लेकिन है ना ये धार्मिक इधर नहीं करने का, ये स्टेशन है, ये इधर दिखाई नहीं देने का। वापस दिख गए ना तो मैं पुलिस के हवाले करूंगा। ये कोई राइट्स नहीं है कि आप कहीं पे भी इधर बैठ के आप किसी का भी प्रेयर करवा सकते हो, ये कोई राइट्स नहीं है, समझे? इधर दिखाई नहीं देने का, हाँ जाओ इधर से। ആ യാത്രക്കാരെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനൊരു ഹിന്ദുവാണ്, പ്രാർത്ഥിക്കുകയായിരുന്നു എന്നാണ്. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ പ്രാർത്ഥന അനുവദനീയമാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് ഓക്കെയാണ്. ചില വലിയ വലിയ റെയിൽവേ സ്റ്റേഷനുകളിൽ അതിനായി പ്രത്യേകം മുറി പോലും ഇന്ത്യൻ റെയിൽവേ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അത് മറ്റുള്ളവർക്ക് പരാതിപ്പെടാനുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടായാൽ അത് ക്രിമിനൽപരമായ കുറ്റകരം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രത്യേകിച്ചിട്ട് നിയമമോ മറ്റോ റെയിൽവേ സ്റ്റേഷൻ ഇതുവരെ ഇന്ത്യൻ റെയിൽവേ ഇറക്കിയിട്ടില്ല. പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ മതപരിവർത്തനത്തിൻ്റെ പേരിലോ പ്രാർത്ഥനയുടെ പേരിലോ ബഹളങ്ങൾ ഉണ്ടാകുന്നതോ, അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേക്ക് നാണക്കേടുണ്ടാകുന്ന തരത്തിൽ അങ്ങനെ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുന്നതോ അതിന് പ്രേരിപ്പിക്കുന്നതോ ആയ വ്യക്തികൾക്കെതിരെ നടപടിയെടുക്കാൻ ഇന്ത്യൻ റെയിൽവേ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഏതായാലും കണ്ടറിയാം ഇതിനെതിരെ ഇന്ത്യൻ റെയിൽവേ നടപടിയെടുക്കുമോ എന്നറിയാനായിട്ട്. അപ്പോൾ ആ പെൺകുട്ടിയുടെ കാര്യം പിന്നെ സംസാരിക്കുന്നില്ല. അപ്പോൾ ഇതാ നമുക്ക് കണ്ടറിയാം ഇന്ത്യൻ റെയിൽവേ ഇതിന് സപ്പോർട്ട് ചെയ്യുമോ, അതോ ഈ മതപരിവർത്തന ശ്ലോകം അല്ലെങ്കിൽ പ്രാർത്ഥന റെയിൽവേ സ്റ്റേഷന് ഇതുപോലെ തന്നെ ഇനിയും കണ്ടിന്യൂ ചെയ്യുമോ എന്നറിയാനായിട്ട് കാത്തിരിക്കും.